ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ആഴ്ചയിൽ പുറത്തായ മത്സരാർത്ഥിയാണ് RJ ബിൻസി. എന്നാൽ RJ ബിൻസി പുറത്തായതിനു ശേഷം ആ വീട്ടിൽ RJ ബിൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ല ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. അത് ഒരു പോസിറ്റീവായ രീതിയിലുള്ള ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു വ്യക്തി ആ ഷോയിൽ നിന്നും ഔട്ടായി പുറത്തു പോയാൽ പിന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഷോയിലേക്ക് വലിച്ചിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ആ വ്യക്തി അവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് അതിന് മറുപടി പറയുന്നത്? ഇപ്പോൾ ആ വ്യക്തി പുറത്താണ്. അപ്പോൾ അപ്പാനി ശരത്തും ബിൻസിയുമായിട്ടുള്ള കാര്യത്തിൽ ഷാനവാസും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ളവരും നിരന്തരമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. സംഗതി ബിൻസി ഉള്ള സമയത്ത് അപ്പാനി ശരത്തുമായിട്ട് ഉള്ള സൗഹൃദവും കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ അത് കുറച്ച് ഓവറാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് ഇറങ്ങിയ ഒരാൾക്ക് ഒരു ജീവിതമുണ്ടെന്നും അവർക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നും അവർക്കൊരു കരിയർ ഉണ്ടെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. നമുക്കറിയാം ബിഗ് ബോസ് ഷോ കാരണം ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പിന്നെ ഡൈവോഴ്സായ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുടുംബം ഭർത്താവുമായി സെപ്പറേറ്റായി കഴിയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള മത്സരാർത്ഥികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിൻസി ഇവിടെ പുറത്തായതിനു ശേഷം വീണ്ടും ബിൻസിയുടെ വിഷയം എടുത്തിട്ട് ബിൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരമായി ആ വീട്ടിൽ ചർച്ചയാക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിപ്പോൾ ഏഷ്യാനെറ്റ് എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അതൊന്നും അധികം അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതൊന്നും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നില്ല അധികമായിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഈ പറഞ്ഞ പോലെ RJ ബിൻസിയെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ആരോഗ്യകരമായ മത്സരത്തോടു കൂടി മുന്നോട്ട് പോകുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം തന്നെ ആ രീതിയിൽ മറ്റുള്ളവരും ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരും ആ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകണം. ബിൻസി ഔട്ടായി, ബിൻസി ഇപ്പോൾ പുറത്താണ്. സോ ബിൻസിയുടെ വിഷയങ്ങൾ ആ വീട്ടിൽ വലിച്ചിട്ടിട്ട് അനാവശ്യമായൊരു ചർച്ച ചെയ്ത് ആ കുട്ടിയുടെ പുറത്തുള്ള ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കരുത് എന്ന് തന്നെയാണ് നിലപാട്.